കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അരുണുമോ മിസ് ഇന്ന് മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ആനുവൽ എക്സാം അല്ലേ വരാൻ വേണ്ടി പോകുന്നത്. ആദ്യം മുതൽ നമ്മൾ പഠിച്ച ഭാഗങ്ങളിലെ ചോദ്യങ്ങളൊക്കെ തന്നെ ഈ ലാസ്റ്റ് സമയത്തെ പരീക്ഷയിൽ നമ്മളോട് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓൾറെഡി പഠിച്ച ഭാഗങ്ങൾ മറന്നിട്ട് പോകാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ ഒരിക്കൽ കൂടി എന്ത് ചെയ്യണം? പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. സിമ്പിൾ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം നോക്കണേ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, നേതാജി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആരാണ് എന്നുള്ളത്. അപ്പൊ ടീച്ചർ നോക്കുന്ന സമയത്ത് കൂട്ടുകാർക്കൊക്കെ അറിയാം ഉത്തരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് അല്ലെ. നമ്മുടെ ബാപ്പുജിയാണ്. നമ്മൾ ചാച്ചാജി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ശിശുദിനം ആരുടെ ജന്മദിനമാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ആരാ? ജവഹർലാൽ നെഹ്റുവിനെയാണ്. അതേപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ്. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. ക്ലിയർ ആണോ? യെസ്. അടുത്തത് നോക്കണേ. കേരള നിയമസഭാ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിന് ഒരു നിയമസഭയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കേരള നിയമസഭാ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം, തൃശൂർ, ന്യൂഡൽഹി, മലപ്പുറം. ഉറപ്പായിട്ടും കേരള നിയമസഭാ മന്ദിരം ന്യൂഡൽഹിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഇല്ല. അപ്പൊ എവിടെയാണുള്ളത്? തിരുവനന്തപുരത്താണ്. കേരളത്തിന്റെ തലസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം അല്ലേ. അപ്പൊ കേരളത്തിന്റെ നിയമസഭാ മന്ദിരം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയുടെ തലസ്ഥാനമാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഭാരതത്തിന്റെ തലസ്ഥാനം എവിടെയാണ്? അത് ന്യൂഡൽഹി ആണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ഉണ്ടാവണം. പിന്നെ നിങ്ങളുടെ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. തൃശ്ശൂർ എന്ന് പറയുന്നത് അല്ലെ കേരളത്തിലെ 14 ജില്ലകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു ജില്ലയാണ് തൃശ്ശൂരാണ്. കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രം എന്നറിയപ്പെടുന്നത് അല്ലെ. കേരളത്തിന്റെ സാംസ്കാരികവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറിയാം. കേരളത്തിൽ എത്ര ജില്ലകളാണ് ഉള്ളത്? 14 ജില്ലകൾ. കൂട്ടുകാരുടെ ജില്ല ഏതാണെന്നുള്ളത് കൂട്ടുകാർ എന്ത് ചെയ്യണം? ഒന്ന് കമന്റ് ചെയ്ത് തരണം കേട്ടോ. ഏതാണ് കുഞ്ഞുങ്ങളുടെ ജില്ല എന്നുള്ളത് മക്കൾ എന്ത് ചെയ്ത് തരണം? മിസ്സിന് പറഞ്ഞു തരണം. അപ്പൊ മക്കളോട് കേരളത്തിലെ 14 ജില്ലകളെ പറ്റി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നിങ്ങളുടെ ജില്ലയെ കുറിച്ച് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയായിരിക്കുമല്ലോ. നമ്മളിവിടെ അത്തരത്തിലുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. നമ്മുടെ ജില്ലയിലും പ്രധാനപ്പെട്ട കുറെ കേന്ദ്രങ്ങൾ ഉണ്ടാവില്ലേ? മിസ്സിന്റെ ജില്ല എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയാണേ. അപ്പൊ കോഴിക്കോട് ജില്ലയെ കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള കുറേ പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. കോഴിക്കോട് നിങ്ങൾ വന്നിട്ടുണ്ടോ? കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനോഹരമായിട്ടുള്ള കടൽ തീരത്തെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോ ഇതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും വയനാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, നിങ്ങൾ എന്ത് എഴുതും? ആ വയനാട്ടിലുള്ള ഭംഗിയുള്ള പ്രദേശങ്ങളെ കുറിച്ചോ അല്ലെ, ഒരുപാട് സഞ്ചാരികൾ അവിടെ വരുന്നതിനെ കുറിച്ച് എഴുതില്ലേ. അപ്പൊ ഓരോ സ്ഥലത്തിനും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യുക? അത്തരത്തിലുള്ള പ്രത്യേകതകൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് എഴുതുക. അടിപൊളിയായിട്ട് പഠിക്കണം. നമുക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.